ദേവു, ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന കണ്ണ് ചീത്തയാവെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ വന്നിരിക്കെ, ഞാനിപ്പോ ഓഫ് ചെയ്യും. ഇവിടെ അങ്ങനെ മിടുക്കി. ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചോളാം. ദേവകിയമ്മ പൊയ്ക്കോളൂ. ശരി, കാലത്ത് വരാം. ആയിക്കോട്ടെ. അല്ല, രേവതിക്കുട്ടി ഊണ് കഴിക്കണ്ടേ? ഇപ്പൊ എന്നെ കണ്ടിട്ട് ചോറിനാവേ. അല്ല, ഇനി ചോറിന്നിട്ട് കാണാം. ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് ചോറിനാവും. ചോറുണ്ടിട്ട് കണ്ടാ മതി. നോയിപ്പോ നോയിപ്പോ നോയിപ്പോ. ആഹാ, ചോറുണ്ടിട്ട് കാണാന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ട് ചോറിനാന്ന് ഞാൻ പറഞ്ഞില്ലേ? വേറെ നല്ല കാസറ്റ് കാണാം, ടോം ആൻഡ് ജെറി. വേണ്ട, കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ചോറുണ്ടിട്ട് കണ്ടാ മതി. കണ്ടിട്ട് ചോറിനോളാം. കണ്ടിട്ട് ഞാൻ ചോറിനോളാം. കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ടോം ആൻഡ് ജെറിയിലെ എലിയില്ലേ, ജെറി, അവനിങ്ങനെ പതുങ്ങി 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 വന്ന് കേക്കിരിക്കുന്ന റൂമിൽ വന്ന് കേക്ക് എടുക്കാനായിട്ട് പോയപ്പം പൂച്ച. ജെറി ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവനിങ്ങനെ അവിയല് 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 നോക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ എന്താ ഇത്? അല്ല. അയ്യോ, രേവതിക്കുട്ടി അല്ല പൊട്ടിച്ചത്, ടോം, പൂച്ച. ജെറി വീണ്ടും ഡൈനിങ് ടേബിളിൽ ചുറ്റും പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ജെറി ഇരുന്നു. ടോമിന്റെ സീറ്റ് ഇവിടെ 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 ഇരി. ജെറി പ്ലേറ്റ് എടുത്ത് തിരിച്ചു വെച്ചു. ജെറി ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു. ഒരു കരണ്ടി ചോറെടുത്തിട്ട് കഴിഞ്ഞു. ജെറി സാമ്പാർ ഒഴിക്കാൻ പോകുന്നു. ഒഴിച്ചു. ഒഴിച്ചു. ഇങ്ങനെ കുഴച്ച് 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 ജെറി കുഴച്ച്. അയ്യേ, ടോമും ജെറിയും കൈ കഴിവില്ലേ? ടോമും ജെറിയും കൈ കഴുകില്ല. കൈ കഴുകൂലേ? ഇല്ല. ഇല്ലേ? ഇല്ലല്ലേ? ജെറി വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. ടോം രണ്ട്. വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. രണ്ട് രണ്ട്. അയ്യോ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, എനിക്ക് വയ്യ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, ആരുമില്ലേ? ഈ പെരുമ്പാമ്പിനെ പിടിച്ചു കെട്ടാൻ ആരുമില്ലേ ഇവിടെ? അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, രാത്രിയാവുമ്പോ വന്ന് കയറിക്കോളും. മനുഷ്യന്റെ സ്വൈര്യം കെടുത്ത കാലമാണ്. എറിഞ്ഞൊടക്ക്, എല്ലാവരും ഇതും കൂടെ അങ്ങ് എറിഞ്ഞൊടക്ക്. ഓടട്ടെ. എന്നിട്ട് എന്നെ ഈ കുഞ്ഞിനെ കൂടെ അങ്ങ് കൊന്നു തന്നേക്ക്. ഓ, ആ ഡീസന്റ് മേനോനും ഭാര്യയും കലാപരിപാടി തുടങ്ങിപ്പോയി. ഇപ്പൊ മനസ്സിലായി എനിക്ക് ഞാനിവിടെ ഇങ്ങനെ കാർഡ് കളിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത്. അയാളെ പോലെ ആവാണ്ടിരിക്കാൻ ഇത് എത്ര ഡിസിപ്ലിൻ ഉണ്ട് നോക്കിയാട്ടെ. ആ പെമ്പറന്നൂത്തി എടുത്ത് ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കണം. നിങ്ങളെ കൂടെ ചെന്നേ. അത് പോട്ടെ, നീ ഇത് നോക്ക്. നിങ്ങളെ കൂടെ ചെന്നേ മനുഷ്യ. അരുത്. എന്താ ഇത്? മാറണോ വടിവാളെ? സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമാണ്. എങ്ങനെ ആണുങ്ങളാവുമ്പോ സന്ധ്യ ആയാൽ രണ്ടെണ്ണം പൂശും. അറിയോ? എനിക്ക് എന്റെ പാടില്ല, തന്റെ പാടിൽ തല്ലാൻ പറ്റുള്ളൂ. അങ്ങാടി തോറ്റാൽ അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരോടും ദേശം കെട്ടോടെ തല്ലിലാണ്. മേനെ ഇനി നിങ്ങൾ നിർത്തിയില്ല, എന്റെ സ്വഭാവം മാറും. അപ്പൊ തനിക്ക് രണ്ട് സ്വഭാവം ഉണ്ടോ? അടിച്ച് കൊല്ലിനെ. ഇയാൾ എന്ത് ഡീസന്റ് മേനാണ്. ഇത് ഞാനും എന്റെ ഭർത്താവും തന്നെയുള്ള പ്രശ്നം. നിങ്ങൾ ആരും ഇടപെടേണ്ട അത് വീട്ടിനകത്തായിക്കൊള്ളണം. ഇവിടെ നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് കിടന്നു കൊടുക്കണം. എടാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ല, എടുത്തോണ്ട് വേടാ വിലക്കാം.
ഇതാണ് ഭാര്യ. സൂര്യൻ അസ്തമിക്കാൻ കാത്തിരുന്നോളൂ മോന്താനായിട്ട്. രാജേര ഇയാൾ എന്റെ അമ്മാവനാണെങ്കിലും ഡീസന്റ് മാനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കഴിയാക്കേണ്ടി വരും. അതെ അതെ. ആർക്കട കൈ വെക്കണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. എന്റെയും ദേവതയുടെയും കാര്യം ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. അത് ശരിയാ. ഇവനെ കൊന്നിട്ടേ എനിക്ക് വേറെ പണിയുള്ളൂ. ബാലകൃഷ്ണ, ഇയാള് ശരിയാവില്ല. അമ്മാവനെ ഞാൻ നോക്കത്തില്ല. അമ്മാവനെ തല്ലടാ, അമ്മാവനെ തല്ലടാ, തല്ലടാ. പിടിച്ചാത്തോണ്ട് പോയെ, പിടിച്ചാത്തോണ്ട് പോയെ. അല്ല, അവൻ തല്ലട്ട് മരുമാനല്ലേ, അവൻ എന്റെ മരുമാനല്ലേ. തല്ലട്ടെ. അത് എന്നോടാവില്ല, അക്ബറിനോടാവും. ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാ കാണുന്നത്. ഓ, രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഇപ്പൊ വരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഉറക്ക് പോയി. ഇനി നമുക്ക് ഉറക്കം കിട്ടില്ല. ഒരൊറ്റ റൗണ്ട് നോക്കിയല്ലേ. അല്ല രാജശേഖര, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല, ഡോക്ടർക്ക് പറയാനുള്ളത് ബാലകൃഷ്ണനോട് പറഞ്ഞാൽ രാവിലെ ഞാൻ കേട്ടോളാം. വീട്ടിൽ രേവതി തനിച്ചേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ബാലകൃഷ്ണ, ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ, അയ്യോ, എന്റെ വീട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ. ആയിക്കോട്ടെ മോനെ, ഒരൊറ്റ ചീട്ട് കളിക്കാനോ? ഡോക്ടറുകളുണ്ടല്ലോ. നിങ്ങൾ തമ്മിലാകുമ്പോ ചീട്ട് കളിക്കാൻ ചെയ്യാൻ കാര്യം പറയാം. ഞാൻ പോട്ടെ. ലൈഫ് ഈസ് പ്ലാൻഡ് എൻജോയ് എന്നാണ്. നമുക്കൊന്ന് അതൊക്കെ ശരിയാ. പക്ഷെ ഈ ചീട്ടിന്റെ ലൈഫ് ഹിസ്റ്ററി അറിയാവും. 1864 ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം. ചിയാങ് കൈഷേക്കിനും കുടുംബത്തിനും ഇരുന്ന് സമയം കളയാൻ വേണ്ടി കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ചീട്ട്. അന്നത്തെ ചീട്ട് ഇത്ര ഉള്ളതല്ല, ഇത്ര ഉണ്ടായിരുന്നു. തടിയിലായിരുന്നു ചീട്ടുണ്ടാക്കിയിരുന്നത്. വാപ്പാ, ഞാൻ പോവാ. അല്ല സൈനബ, നീ ഇന്നത്തെ പത്രം ശരിക്കും നോക്കിയോ? ഓ, എന്താ? എന്നിട്ട് അതിന് വല്ല ബന്ധോ സ്ട്രൈക്കോ ബസ് സമരം ഒന്നുമില്ലേ? ഇല്ല. ഞാൻ എന്താണ് ഇങ്ങനെ ചോദിക്കുന്ന അറിയോ? എന്തിനാ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇതും പിടിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. നീയും കൂടി ഇരി, നമുക്കൊരു കൈ റമ്മി കളിക്കാം. വാ, ഇരി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ വാപ്പാ? അതില്ലാത്തോണ്ടല്ല ഇതും പിടിച്ചിരിക്കണേ. ഉമ്മ, ഞാൻ പോവാ. നിക്ക്, ഞാനും വരുന്നുണ്ട്. അല്ല, അന്ന് ഇലക്ട്രിസിറ്റിയിലും സമരമൊന്നുമില്ലേ? പോവന്നാണ് കുതിര പോകും പോലെ. ആ മൂപ്പര് എന്നിട്ടാണല്ലോ അവിടെ ട്രാൻസ്ഫോമർ പിടിപ്പിക്കാന്. നീ അവിടെ ഇരി, ഒരു കൈ കളിച്ചിട്ട് വാ. ഒരു 11-12 മണിയാകുമ്പോൾ അങ്ങോട്ട് എത്താൻ പോരാ എനിക്ക്. ഈ ഒടുക്കത്തെ ചീട്ടുകളേറെ ഇങ്ങടെ പണി പോയി. ഇനി എന്റെ പണിയും പോണോന്നാ. ജമീല, എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പണി പോയത് ഷീറ്റ് അടിച്ചിട്ടല്ലാന്ന്. ആ മാനേജർ എന്നോട് കളിച്ച് തോറ്റ കെറുകൊണ്ടായാലും എന്നെ പുറത്താക്കിയതല്ലേ. നീ നോക്കിക്കോ, എനിക്ക് പണി വേറെ കിട്ടും. ഓ, കിട്ടും. കിട്ടുന്ന്. ഞാൻ ആ ഫ്രാൻസിസിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പണി തരാക്കാൻ. എവിടെ? ക്ലബില്. ഏത് ക്ലബില്? ഷീറ്റ് കളി ക്ലബില്. ഓ, എന്റെ പടച്ചോനെ, ഇങ്ങള് നന്നാവാൻ പോണില്ല. വാ ഉമ്മ, ബസ് പോവും. നിക്ക് ഉമ്മ, ചീട്ട് കെട്ടുകൊണ്ട് പുറത്തോട്ട് പോവേണല്ലേ, ഞാൻ വരുമ്പോ പറയണം. ആ, മോള് പൊക്കോ. എടാ അക്ബറേ. ആ, എന്താണമ്മ, നിങ്ങൾക്ക് കളിക്കണോ? നിങ്ങൾക്ക് അതിന് കണ്ണും കാണുമല്ലോ. ഓൾ എന്തോ എന്നോട് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ഷീറ്റും പറ്റിയായിരിക്കും. അല്ലടാ, സോപ്പും പൊടി. ആ, സോപ്പും പൊടിയാണെങ്കിൽ ഞാൻ വരുമ്പോ വാങ്ങിക്കൊണ്ടരാ. ഞങ്ങൾ ലേശം താമസിക്കുന്നു മാത്രം കേട്ടാ. ആ, നീ താമസിക്കും. എനിക്ക് പൊടിയുണ്ടത്. MD സ്ഥലത്തെത്തിയത് കാണാനുണ്ടേ. എന്തൊരു ആത്മാർത്ഥത. പ്രൊമോഷൻ ഉടനെ കിട്ടിയത് തന്നെ. അതല്ലേ ഉച്ചക്ക് ഊണ് പോലും കഴിക്കാതെ MD റൂമിൽ കയറി ഇരുന്നത്. മിസ് രാധിക വർമ്മയ്ക്ക് ബോറടിച്ചല്ലേ? ബോറടിച്ചില്ലേ? തമാശയൊന്നും വേണ്ട. 1 മണിക്കൂറായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്തെടുക്കായിരുന്നു ഇത്രയും നേരം? നിനക്കറിയാമല്ലോ, നമ്മുടെ MD എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ. പിന്നെ അയാള് പറയുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വേറൊരു അരമണിക്കൂർ. നീ ഒന്ന് കൂട്ടി നോക്കിയേ, സമയം എത്രയെന്ന്. 12:30 മണിക്ക് കയറിയതാ ഞാൻ അയാളുടെ റൂമിൽ. എല്ലാരും ഊണ് കഴിച്ചു പോയി. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ തന്നെ ഉണ്ണാൻ വന്നിരുന്ന ആ സൂപ്രണ്ടിന്റെ നോട്ടം നമ്മുടെ വായില. എന്താ പറയുക? വല്ലതും പറയുവോ? എന്തൊരു ടെൻഷനാണ് മുഖത്ത്. അയ്യേ, ഇതെന്താ കടലാസ്? ഇന്ന് കടലാസല്ലേ ഉള്ളൂ, ചില ദിവസം കല്ലായിരിക്കും. രേവതിയുടെ പണിയാ. ഇടയ്ക്കിടയ്ക്ക് അവള് ദേവകിയമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറും. ഇന്ന് സ്പെഷ്യലാണെന്നാ പറഞ്ഞത്. അവളുടെ വെണ്ടയ്ക്കാ കൊണ്ടാട്ടം ഇത്തിരി കഴിച്ചു നോക്കുന്ന.